സമയം 9 മണി കഴിഞ്ഞ് 15 ആയിരിക്കുകയാണ്. ഞാൻ കുറച്ച് മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണയറിൽ എത്തിയ സമയത്ത്, അതായത് പല ആൾക്കാർക്കും ഇവിടെ ഒരു വലിയൊരു ഡ്രീം ഉണ്ടായിരിക്കും, ഒരു MBA സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ചിലപ്പം മറ്റെന്തെങ്കിലും ഒരു ഉപരിപഠനത്തിന് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. ആ ഒരു സമയത്തൊക്കെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിക്കുന്നത്, എത്രയാണ് നമ്മൾ അവർക്ക് ഫീ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്, അവിടുത്തെ പ്രൊഫസേഴ്സ് എത്രമാത്രം ഒരു വെല്ലായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച അധ്യാപകരെ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും. അങ്ങനെ ഡൗട്ട് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും അതിനോടൊപ്പം തന്നെ ഓൺഎയറിലൂടെയും ഞാൻ ആ ഒരു ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പോവാണ്. അതിന് എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളോളമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട് ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിനെ കുറിച്ച്. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് പ്രൊഫസർ ഡോക്ടർ പോൾസൺ മാത്യു ചിങ്കപ്പൂരയാണ്, പ്രസിഡന്റ് ആൻഡ് CEO ഓഫ് ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് UAE. അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഗോൾഡ് FM ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളോളമായിട്ട് ഈ ഒരു ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിനെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് സാറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ സാറിന്റെ പ്രൊഫൈൽ കാണുന്ന സമയത്ത് ആക്ച്വലി ഒരു ഞെട്ടലാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം 4 മാസ്റ്റേഴ്സ് ഡിഗ്രി, 8 ഡോക്ടറൽ ഡിഗ്രീസ്, അത് മാത്രമല്ല പഠിപ്പിച്ചിരിക്കുന്ന ആ ഒരു കോളേജസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അത്രയും ഏറ്റവും മികച്ച ഇന്ത്യയിലെയും അതോടൊപ്പം തന്നെ മറ്റു പല കൺട്രീസിലെയും ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും ഒക്കെയാണ് സാറ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇങ്ങനെയുള്ളൊരു കോളേജ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുമായിട്ട് വരുമ്പോഴത്തേക്ക് എന്തായിരുന്നു ആ ഒരു സ്വപ്നത്തിന്റെ പിന്നിലുണ്ടായിരുന്നത്? നമ്മൾ ചെറുപ്പകാലം മുതലേ പഠിത്തത്തിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. എൻ്റെ ഫാദർ ഒരു ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഈ ബോംബെയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പകാലത്ത് തന്നെ ഞാനൊക്കെ ഉണ്ടായ സമയത്ത് പപ്പ നാട്ടിലേക്ക് വന്നു. അപ്പോൾ നാട്ടിൽ താമസിക്കാൻ പറയുമായിരുന്നു സെന്റ് സേവിയേഴ്സ് കോളേജ് ബോംബെ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ് ആണ്, അവിടെയൊക്കെ പഠിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പപ്പയോട് ചോദിക്കുമായിരുന്നു. പപ്പ പറയുമായിരുന്നു, ഇഫ് യു വർക്ക് ഹാർഡ് ആൻഡ് ഇഫ് യു ഹാവ് വെരി ഗുഡ് ക്വാളിഫിക്കേഷൻസ് യു ക്യാൻ വർക്ക് ആസ് എ പ്രൊഫസർ ദെയർ എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെയുള്ള ആ ഡ്രീം, ചെറുപ്പത്തിലുള്ള ഡ്രീം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു. പ്രൊഫസറായിട്ട് 7 വർഷം സെന്റ് സേവിയേഴ്സ് കോളേജിൽ എക്കണോമിക്സ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോളേജസിൽ ഒന്നാണ് സെന്റ് സേവിയേഴ്സ് എന്ന് പറയുന്നത്. അവിടെ എക്കണോമിക്സിന്റെ പ്രൊഫസർ 1869 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജിൽ 90% മാർക്സ് വേണം അഡ്മിഷൻ കിട്ടണമെങ്കിൽ. അവിടുത്തെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. അതെല്ലാം ഒരു ദൈവാനുഗ്രഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തു. മാസ്റ്റേഴ്സ് ഡിഗ്രി യൂണിവേഴ്സിറ്റി റാങ്ക് എടുത്ത പാസ്സായത്. ഡോക്ടർ MH ഗോപാൽ ഫെലിസിറ്റേഷൻ ഗോൾഡ് മെഡൽ നേടി. പിന്നെ ഡോക്ടറേറ്റ് എക്കണോമിക്സിൽ നേടി. ഒക്കെ മോണിറ്ററി പോളിസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു തീസിസ്. ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുമായിരുന്നു ധാരാളം ആൾക്കാർ, പഠിക്കാൻ കഴിവുള്ള ബുദ്ധിയും ശക്തിയുള്ള പിള്ളേർ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ സാമ്പത്തികമായിട്ട് പിന്നോക്കം കഴിയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. നമ്മുടെ ചെറുപ്പകാലത്ത് അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ ഉദ്ദേശത്തോടെയാണ്, അതായത് ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ബട്ട് ഫിനാൻഷ്യലി ലെസ് വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് 20 വർഷം മുമ്പ് UAE തുടങ്ങുന്നത്. 20 വർഷത്തോളമായിട്ട് UAEയിലുള്ള ഒരുപാട് കുട്ടികൾക്ക് പാഠം പകർന്നു നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് UAEയിലൂടെ. സോ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാമോ? കാരണം ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അവിടുന്ന് ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തെക്കുറിച്ച്. ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിന് തന്നെ 2 ടോപ്പ് യൂറോപ്യൻ അക്രഡിറ്റേഷൻ ഉണ്ട്. ഒരു അക്രഡിറ്റേഷൻ്റെ പേര് ASIC, അക്രഡിറ്റേഷൻ സർവീസ് ഫോർ ഇന്റർനാഷണൽ സ്കൂൾസ് കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ബേസ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ആൻഡ് ആ അക്രഡിറ്റേഷന്റെ പുറമെ നമുക്ക് പ്രീമിയർ സെക്ടർ യൂണിവേഴ്സിറ്റി കോളേജ് സ്റ്റേറ്റസും കിട്ടിയിട്ടുണ്ട്. അതായത് ASIC എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അക്രഡിറ്റിംഗ് ബോഡി, അവരുടെ ടോപ്പ് 5% അക്രഡിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റസ് കൊടുക്കുന്നുണ്ട്. ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് ഈസ് കൺസിഡേർസ് എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ASIC. Okay, plus we have also accreditation from Europe's strongest accrediting body called European Council for Business Education, ECBE. അവിടെ അക്രഡിറ്റേഷൻ ഉണ്ട്. സോ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് ഇങ്ങനെ ഡബിൾ അക്രഡിറ്റേഷൻ ഉണ്ട്. തന്നെയല്ല, ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് ഈസ് ആൻ എഡ്യൂക്കേഷണൽ മെമ്പർ ഓഫ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ ഫോർ ബിസിനസ് എഡ്യൂക്കേഷൻ, ആൻ അമേരിക്കൻ ബേസ്ഡ് അക്രഡിറ്റിംഗ് ബോഡി. ഇങ്ങനെയുള്ള 2 അക്രഡിറ്റേഷനും മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിന്റെ ക്വാളിഫിക്കേഷൻസ് മെനി യൂണിവേഴ്സിറ്റീസ് ഇൻ യൂറോപ്പ് ആൻഡ് അമേരിക്ക ആർ വില്ലിംഗ് ടു അക്സെപ്റ്റ്. അപ്പം നമ്മൾ ഈ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ യൂറോപ്യൻ ഡിഗ്രികൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് in addition to our advanced diploma in business administration or postgraduate diploma, they can do their bachelor's degree from top American universities and European universities. And we have got 2 affiliated top institutions, one from America, one from Europe. അമേരിക്കയിലെ മിഷിഗൻ സ്റ്റേറ്റിലുള്ള ലിവോണിയ സിറ്റിയിലുള്ള
മഡോണ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ നമുക്ക് കഴിഞ്ഞ 17 വർഷമായിട്ടുണ്ട്. അവരുടെ BS ഓണേഴ്സ് ഡിഗ്രി ആൻഡ് MBA ഡിഗ്രി വിത്ത് ഡിഫറൻറ്റ് സ്പെഷ്യലൈസേഷൻ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ യൂറോ കോളേജ് എന്ന് പറഞ്ഞ നോർത്ത് മാസിഡോണിയ, റിപ്പബ്ലിക് ഓഫ് നോർത്ത് മാസിഡോണിയയിലെ യൂറോ കോളേജ് അക്രഡിറ്റഡ് ബൈ മിനിസ്ട്രി ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ഇൻ മാസിഡോണിയ. അവരുടെ പ്രോഗ്രാമും ഞങ്ങൾ കഴിഞ്ഞ 15 വർഷത്തോളമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ അവരുടെ BBA MBA ഡിഗ്രി നമ്മൾ ചെയ്യുന്ന ഈ 2 ക്വാളിഫിക്കേഷൻസും മഡോണ യൂണിവേഴ്സിറ്റി അക്രഡിറ്റഡ് ബൈ ഹയർ ലേണിംഗ് കമ്മീഷൻ ഇൻ അമേരിക്ക ആണ് അമേരിക്കയിലെ സ്ട്രോങ്സ്റ്റ് അക്രഡിറ്റിംഗ് ബോഡി, അപ്രൂവ്ഡ് ബൈ ചിയ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഫോർ ഹയർ എഡ്യൂക്കേഷൻ അക്രഡിറ്റേഷൻ. മഡോണ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി 4 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. അത് പഠിക്കുന്ന കുട്ടികൾക്ക് ലോകത്ത് എവിടെയും മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അവർക്ക് മൾട്ടിനാഷണൽ ജോബ്സ് കിട്ടും. നമ്മുടെ സെവറൽ പിള്ളേർ ലോക്കൽ ഇൻഡസ്ട്രീസിലും മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളിലും നല്ല സാലറി മേടിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. സുനീൽ ഷാജി എറണാകുളം ബേസ്ഡ് കേരള ഗേൾ ഈസ് വർക്കിംഗ് ഇൻ ദുബായ് വിത്ത് 45,000 dirhams monthly salary in an MNC. Wajahat, a Pakistan national, working in one of the auditing firm with 30,000 dirhams monthly salary. Mala Bhatia, working in Toronto in Canada. It's an HR manager of Walmart store with $25,000 Canadian dollar salary. മോർ ദാൻ 10,000 ഗ്രാജുവേറ്റ്സിനെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെയും കഴിഞ്ഞ 20 വർഷമായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് അലുമിനി നെറ്റ്വർക്ക് ഉണ്ട് നമുക്ക്. ശരി സർ, ഇപ്പം എനിക്ക് തോന്നുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കുള്ള ഏറ്റവും വലിയൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിന് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് എന്ത് ഒരു ഡിഫറൻസ് ആണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ കേൾക്കുന്ന പല പേരൻസിനും ഇപ്പം മേ ബി അടുത്തൊരു അക്കാഡമിക് ഇയർ ആകുമ്പോഴത്തേക്ക് ഒരു പുതിയൊരു യൂണിവേഴ്സിറ്റി അവർ നോക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എന്താണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് വ്യത്യസ്തമാക്കി മാറ്റുന്നത്? ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിന് ഏറ്റവും വലിയ യൂണീക് ക്വാളിറ്റി എന്ന് വെച്ചാൽ അമേരിക്കൻ ബാച്ചിലേഴ്സ് ഡിഗ്രി 4 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇപ്പം മഡോണ യൂണിവേഴ്സിറ്റി ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം തന്നെ $25,000 ട്യൂഷൻ ഫീസ്. 4 വർഷം അവിടെ പോയി പഠിക്കുകയാണെങ്കിൽ $1,00,000 ട്യൂഷൻ ഫീസ് തന്നെ. ബോർഡ് ആൻഡ് ലോഡ്ജിങ് ഒരു വർഷം $20,000 വരും. ബോർഡ് ആൻഡ് ലോഡ്ജിങ് ആൻഡ് ട്രാവൽ. അപ്പോൾ 4 വർഷത്തെ $80,000 കോസ്റ്റ് ഓഫ് സ്റ്റേയിങ് ഇൻ അമേരിക്ക, ബോർഡ് ആൻഡ് ലോഡ്ജിങ് ആൻഡ് ട്രാവൽ എക്സ്പെൻസസ്. $100,000 ആണ് ട്യൂഷൻ ഫീസ്. അപ്പോൾ $1,80,000 കൊടുത്ത് പഠിക്കേണ്ട ഒരു BS ഓണേഴ്സ് ഡിഗ്രി ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് UAE പഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ട് വെറും $18,000 ആ കുട്ടിക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ പേര് മഡോണ യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേറ്റ് ലിസ്റ്റിൽ, ഒറിജിനൽ അമേരിക്കയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ലിസ്റ്റിൽ തന്നെ ഉണ്ട്. തന്നെയല്ല, ആ ഡിഗ്രിയിൽ അവർ UAE പഠിച്ചായിട്ട് പറയുന്നില്ല. ഒറിജിനൽ അമേരിക്കൻ ഡിഗ്രി ഇഷ്യൂഡ് ഫ്രം സിറ്റി ഓഫ് ലിവോണിയ, മിഷിഗൻ സ്റ്റേറ്റ്, USA. അതായത് 10% അമേരിക്കയിൽ പഠിക്കുന്ന 10% കോസ്റ്റ് കൊണ്ട് ഒറിജിനൽ അമേരിക്കൻ ഡിഗ്രി നമ്മുടെ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിൽ ഷാർജ ക്യാമ്പസ്, സേഫ് സോണിലുള്ള ഷാർജ ക്യാമ്പസിലോ, ഫുജറ ഫ്രീ സോൺ അതോറിറ്റിയുടെ കീഴിലുള്ള ക്യാമ്പസിലോ, അല്ലെ റാസക്കീമിലുള്ളതോ, അല്ലെ ദുബായിലുള്ള സ്റ്റഡി സെന്ററിൽ പഠിച്ചാൽ വെറും $18,000 കൊണ്ട്, ഓൾമോസ്റ്റ് 65,000 അല്ലെ 66,000 ദിനം കൊണ്ട് പിള്ളേർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. മാസം തോറും പിള്ളേർ ഫീസ് പേ ചെയ്താൽ മതി. ഒരു മാസം ശരാശരി 1,800 ദിനം വെച്ച് 36 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാം. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് 40 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ പറ്റും. വേറെ ഹിഡൻ ഫീസ് ഒന്നും, എക്സാമിനേഷൻ ഫ്രീ ആണ്. അപ്പോൾ വെറും 10% ഓഫ് ദി കോസ്റ്റ് ഓഫ് സ്റ്റഡിങ് ഇൻ അമേരിക്ക ദേ ക്യാൻ ഗെറ്റ് ആൻ ഒറിജിനൽ അമേരിക്കൻ ഡിഗ്രി ബൈ സ്റ്റഡിങ് വിത്ത് ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് ഓർ ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദി UAE. അതുപോലെ യൂറോ കോളേജിന്റെ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ ഒരു €100,000 ആവും യൂറോപ്പിൽ പോയി പഠിക്കുകയാണെങ്കിൽ. അത് വെറും 36,000 അല്ലെങ്കിൽ 38,000 ദിനത്തിന് അവർക്ക് ആ ഡിഗ്രി, ബാച്ചിലർ BBA ഡിഗ്രി ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അത് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്താൽ മതി. ഒരു 990 ദിനം വെച്ച് 990 ദിനംസ് വെച്ച് ഒരു 40 ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്താൽ മതി. അപ്പം പിള്ളേർക്ക് ഇങ്ങനെ ലോ കോസ്റ്റിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സക്സസ് പോയിന്റ്. തന്നെയല്ല, മോർ ദാൻ 10,000 ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക് എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. എല്ലാ വർഷവും അവർക്ക് ഒരു 5-star ഹോട്ടലിൽ ഫ്രഷേഴ്സ് ആൻഡ് ഫെയർവെൽ പാർട്ടി ഉണ്ട്, ഫ്രീ ആയിട്ട്. ഗ്രാജുവേറ്റ് സെറമണി ഉണ്ട് ക്രൗൺ പ്ലാസ, ഷെയ്ഖ് സയ്യിദ് റോഡിൽ. പ്രൊഫസേഴ്സ് ഫ്രം അമേരിക്ക കം ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് സർട്ടിഫിക്കറ്റ്സ് ടു സ്റ്റുഡൻസ്. വി ഹാവ് ഗോട്ട് ഓൾ കൾച്ചറൽ ഫെസ്റ്റിവൽസ്, ലൈക്ക് ഓണം സെലിബ്രേഷൻസ്, ദിവാലി സെലിബ്രേഷൻസ്, ആൻഡ് ഓൾസോ വി ഹാവ് ഗോട്ട് ഈദ് സെലിബ്രേഷൻസ്, ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻസ്, അതുപോലെ ഹാലോവിൻ പ്രോഗ്രാം, എത്നിക് ഡേ സെലിബ്രേഷൻസ്, ഫുഡ് ഫീസ്റ്റ്. വി ഹാവ് ഗോട്ട് വെരി ബിഗ് ഇൻഡോർ സ്പോർട്സ് ഫെസിലിറ്റീസ് in Sharjah, safe zone area, and food court with multiple cuisine and all that. Plus, we are having all kinds of cultural festival and activities, and we have also got international study tour to take students to Europe and America. Also, a full day picnic, and also all kinds of facilities are provided. And our professors are some of the best professors, working in the UAE. Very committed, dedicated, highly qualified. Many of them are having American and European degrees, and we are also American and European professors coming to our campuses and teaching students also in the final year of their study. Okay, sir, ഇപ്പം കേൾക്കുന്ന പലർക്കും മഡോണ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു MBA
MBA അല്ലെങ്കിൽ BS ഓണേഴ്സ് ഒക്കെ സ്വന്തമാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് ബേസിക് ആയിട്ടുള്ള അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ? ബാച്ചിലേഴ്സ് ഡിഗ്രി, BS ഓണേഴ്സോ BBA ഡിഗ്രിയോ മഡോണ യൂണിവേഴ്സിറ്റിയുടെ യൂറോ കോളേജിന്റെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പിള്ളേർക്ക് നമ്മുടെ ഹൈസ്കൂൾ ഡിപ്ലോമ ഉണ്ടായാൽ മതി. ഓക്കെ, CBSE, ICSE ഓർ പാകിസ്ഥാനി ഫെഡറൽ ബോർഡ്, അല്ലെങ്കിൽ O ലെവൽസ്, ബ്രിട്ടീഷ് O ലെവൽസ് ആണെങ്കിൽ എഡെക്സലിന്റെ 5 O ലെവൽസ്, ഓക്കെ, അതർവൈസ് 3 A ലെവൽസ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബാക്കലൗറിയറ്റ് ഫ്രം സ്വിറ്റ്സർലൻഡ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡോ അല്ലെങ്കിൽ തമിഴ്നാട് ബോർഡോ ഒക്കെ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഹൈസ്കൂൾ ഡിപ്ലോമ ഗ്രേഡ് 12, ഓക്കെ, 55 to 60% മാർക്സ് ഉണ്ടെങ്കിൽ അവർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യാൻ സാധിക്കും. മാസ്റ്റേഴ്സ് ഡിഗ്രി മഡോണ യൂണിവേഴ്സിറ്റി ചെയ്യണമെങ്കിൽ മഡോണ യൂണിവേഴ്സിറ്റിയുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി 4 years ഡിഗ്രി ആയതുകൊണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 4 years ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്തവർക്ക് ചെയ്യാം. ഒന്നുകിൽ മഡോണയുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അമേരിക്കൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ചെയ്യാം. ഹയർ ലേണിംഗ് കമ്മീഷൻ സെക്രട്ടറി ചെയ്ത മഡോണ യൂണിവേഴ്സിറ്റി പോലെയുള്ള മറ്റ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രികൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിച്ചവർക്കാണ് BTech, BE, BDS, MBBS ഒക്കെ ചെയ്ത പിള്ളേർക്ക് ഹെൽത്ത് കെയർ മാനേജ്മെന്റും ഒക്കെ MBA ചെയ്യാൻ സാധിക്കും. 4 years ബാച്ചിലേഴ്സ് ഡിഗ്രി ഇസ് എ മസ്റ്റ്. അതുപോലെ തന്നെ ദേ ഷുഡ് ഹാവ് എ വാലിഡ് ഡിഗ്രി ഫ്രം a recognized and accredited institution, highly reputed institution in India or any part of the world. ഓക്കെ, ഇപ്പം ചിലർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സാറ് കുറച്ച് മുമ്പ് കുറച്ച് എക്സ് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വർക്ക് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇതേപോലെയുള്ള മഡോണ യൂണിവേഴ്സിറ്റി പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നതിന്റെ ആ ഒരു പെർസെൻറ്റേജ് എങ്ങനെയാണെന്നൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? അതെങ്ങനെയാണ്, എത്രമാത്രം കുഞ്ഞുങ്ങൾക്കാണ് ഇപ്പോൾ നല്ലൊരു ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്? നമ്മുടെ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിൽ നിന്നും അതിന്റെ സിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് 10,000-ലധികം ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഓൾറെഡി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. 90 to 95% സ്റ്റുഡൻസ് ആർ ഇൻ വെൽ പ്ലേസ് positions in local industries and MNCs. Many of them are migrated to Canada, Australia, and New Zealand because Madras University's qualification and Euro College's qualification is acceptable to WES, World Education Service. So they can migrate to any part of the world. They get extra credit points also, and most of them are working in top positions in local industries as well as various reputed multinational corporations. നമ്മൾ ഒരു അമേരിക്കൻ ഡിഗ്രി ഓഫർ ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ എന്ന് വെച്ചാൽ ഡിസ്പൈറ്റ് COVID-19 പാൻഡമിക് ആൻഡ് ഓൾ ദാറ്റ്, America is still the world's biggest economy with a total of $22 trillion GDP or $22,000 billion on our GDP. Okay, it is a home to a fourth of the world's largest 2,000 MNCs which employ 90 million workers. Or MNC job in starting salary minimum 10,000 dirhams ആണ്. നമ്മുടെ പല സ്റ്റുഡൻസിനും 10,000, 15,000, 20,000, 40,000 റേഞ്ചിലാണ് സാലറി കിട്ടുന്നത്. ഞാൻ പറഞ്ഞ പോലെ മാല ബാട്ടിയാക്ക് 20,000, 25,000 കനഡിയൻ ഡോളറാണ് HR മാനേജറായിട്ട് വാൾമാർട്ട് സ്റ്റോറിൽ ടൊറന്റോയിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. Thousands of students are in good place positions. Okay, and America is also home to almost 40% of the world's millionaires and a third of the world's billionaires also. Okay, so naturally an American degree is a 4-year degree. അമേരിക്കൻ ഡിഗ്രിക്കാണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ വാല്യൂ ഉള്ളത്. അമേരിക്കൻ ഡിഗ്രി പഠിച്ച് പാസ്സാകുന്ന പിള്ളേർക്ക് ഗ്യാരണ്ടീഡ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി കൊണ്ട് മിനിമം 8,000 to 10,000 dirham സ്റ്റാർട്ടിംഗ് സാലറി കിട്ടും. മാസ്റ്റേഴ്സ് ഡിഗ്രി കൊണ്ട് 15,000-20,000 dirham ഈസിലി കിട്ടും. ധാരാളം പിള്ളേർക്ക് UAE തന്നെ അങ്ങനെയുള്ള സാലറി വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മെനി മൈഗ്രേറ്റഡ് വിത്ത് very high salaries and working in MNCs in many different parts of the world. ഓക്കെ സാർ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു സാറിന്റെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ സാറ് പഠിച്ചതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാർ ഒരു വെൽ നോൺ ഒരു എക്കോണമിസ്റ്റ് കൂടിയിട്ടാണ്. സോ ഇപ്പോഴത്തെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഒരുപാട് ബുദ്ധിമുട്ട് പല ആൾക്കാർക്കും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ജോലി പലർക്കും നഷ്ടപ്പെടുന്നുണ്ട്, പലരുടെയും ബിസിനസ് നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ട്, പലതും ക്ലോസ് ഡൗൺ ചെയ്യേണ്ട ഒരു അവസ്ഥ പോലും വന്നിട്ടുണ്ടാണ്. സോ ഇപ്പം ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്കും അതൊരു എനിക്ക് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കാരണം വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും അവരൊക്കെ ഇത് പഠിച്ചു വരുന്നത്. സോ ആസ് എൻ എക്കോണമിസ്റ്റ് എന്താണ് സാറിന് പറയാനുള്ളത് ഈ ഒരു അവസ്ഥയെക്കുറിച്ച്, ഇപ്പോഴത്തെ ഒരു സമയത്തിനെ കുറിച്ച്? നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് ലോകം ഫേസ് ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസും യൂണിസെഫും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം 100 കോടിയോളം പിള്ളേർ ഈ പാൻഡമിക് കാരണം വിദ്യാഭ്യാസം കിട്ടാതെ കഷ്ടപ്പെട്ടു. ധാരാളം കോളേജുകളും യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും ഒക്കെ ഓൺലൈനായിട്ടും ഒക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളും കഴിഞ്ഞ 3-4 മാസമായിട്ട് ഓൺലൈനായിട്ടാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഒക്കെ പല ആൾക്കാർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ പല പൂർ രാജ്യങ്ങളിൽ ഇൻക്ലൂഡിങ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇങ്ങനെ പല രാജ്യങ്ങളിൽ താമസിക്കുന്ന പല ആൾക്കാർക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പഠിക്കുന്ന ഏകദേശം 100 കോടിയോളം പിള്ളേർ ഒക്കെ വിദ്യാഭ്യാസം ശരിക്കും കിട്ടാതെ കഴിഞ്ഞ 4-5 മാസമായിട്ട് കഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു 25 കോടിയോളം പിള്ളേർ പ്രീ സ്കൂളിംഗ് സ്റ്റഡി നടത്താൻ പറ്റുന്ന പിള്ളേർക്ക് സാമ്പത്തിക പരാധീനത കൊണ്ട് വിദ്യാഭ്യാസം കിട്ടിയില്ല. ഏകദേശം ലോകത്തിൽ ഏകദേശം 20% വർക്ക് ഫോഴ്സിന് തൊഴിൽ നഷ്ടപ്പെട്ടു. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് ധാരാളം പേർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, ഏകദേശം 100 കോടിയോളം ആൾക്കാർ ഇന്ന് പോവർട്ടി ലൈനിന് താഴെയാണ് താമസിക്കുന്നത്. ഓക്കെ, ധാരാളം ബിസിനസ്സുകൾ ഫെയിൽ ചെയ്തു. എല്ലാ മേഖലകളിലും പ്രശ്നമാണ്. അതുപോലെ നമ്മുടെ ടൂറിസം മേഖല, ഇന്ത്യയിൽ മാത്രം ടൂറിസം മേഖലയിൽ 15 ലക്ഷം കോടി രൂപയാണ് നഷ്ടപ്പെട്ടതെന്നാണ് ഓക്കെ ഓതറൈസ്ഡ് ഏജൻസി പറയുന്നത്. തന്നെയല്ല, ഇന്ത്യയിൽ 30% ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഓക്കെ, ഏകദേശം നമുക്കുള്ള 50 കോടി തൊഴിലാളികളിൽ
15.3 കോടി തൊഴിലാളികളും തൊഴിലില്ലായ്മയാണ്. ബാക്കിയുള്ളവർക്കാണെങ്കിലും പാർട്ട് ടൈം ജോബൊക്കെയാണ്. എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. നമ്മുടെ UAE-യിലും ധാരാളം പേർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ സാലറി കട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അന്വേഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഈസ് ദ ബെസ്റ്റ് ബെറ്റ്. എങ്ങനെയെങ്കിലും പഠിക്കാനൊരവസരം നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ, വളരെ ലോ കോസ്റ്റിൽ ഓഫർ ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക. നന്നായിട്ട് പഠിച്ച് വളരുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല സ്ഥാനത്തെത്താൻ സാധിക്കും. കാരണം പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലേക്ക് അയച്ച ഈശ്വരൻ. കഠിനമായിട്ട് പരിശ്രമിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന ഒരു കുട്ടിക്കും ഒരു നല്ല വിദ്യാഭ്യാസവും നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും. അതുപോലെ വിദ്യാധനം സർവ്വധന പ്രധാനം. ഓക്കെ, പഴയ കവികൾ പറഞ്ഞിരിക്കുന്ന പോലെ ഓക്കെ, വിത്തമെന്തിന് മർത്യർക്ക് വിത്തി കൈവശമാവുകയിൽ വെണ്ണയുണ്ടെങ്കിൽ നടന്നീ വേറിട്ട് കരുതണമോ, വിത്തി വിട്ട് നിരണ്ണാമോ വിശ്വംപരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെ. ഓക്കെ, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും മേരിടും മേന്മ നൽകും നശിച്ചാലും വിദ്യുതനെ മഹാധനം. സോ വിദ്യുധനമാണ് സർവ്വധന പ്രധാനമായിട്ടുള്ള ധനം. പഠിച്ച് വളരുക. ഇന്നത്തെ പിള്ളേർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവർക്ക് കമ്പ്യൂട്ടർ സ്കില്ലുണ്ട്, ടെക്നിക്കൽ സ്കില്ലുണ്ട്, അവർക്ക് ബെറ്റർ പേരൻസ് ഉണ്ട്, ബെറ്റർ ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്കും എങ്ങനെയെങ്കിലും ഒരു നല്ല അമേരിക്കൻ ഓർ യൂറോപ്യൻ ഡിഗ്രി വെരി ലോ കോസ്റ്റിൽ അക്വയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഭാവി വളരെ സുരക്ഷിതമായിരിക്കും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ അവർക്ക് നല്ല ജോലി കിട്ടാൻ സാധിക്കും. കാരണം ഇന്നത്തെ എംപ്ലോയേഴ്സ് ഇന്നത്തെ എടുക്കാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില സ്പെഷ്യൽ സ്കിൽസ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കില്ല് അവർക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഇൻറ്റഗ്രിറ്റിയാണ്. ഇൻറ്റഗ്രിറ്റി, ഓണസ്റ്റി ആൻഡ് മൊറാലിറ്റി. ഓക്കെ, ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ആളെ ആരും എടുക്കാൻ തയ്യാറല്ല. ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം, മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം, ലോയൽറ്റി ടു ദ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം, മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ദേ ഷുഡ് ഹാവ് പെർസുവേഷൻ സ്കിൽ, ടെക്നിക്കൽ സ്കിൽ, ഓക്കെ, പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഓക്കെ, അതുപോലെ തന്നെ ടീം വർക്ക് സ്കിൽ, ലീഡർഷിപ്പ് സ്കിൽ, മാത്തമാറ്റിക്കൽ സ്കിൽസ്, അനലിറ്റിക്കൽ സ്കിൽസ്, ഓക്കെ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ, ഓക്കെ, എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സ്പീക്കിംഗ് സ്കിൽ ആൻഡ് റൈറ്റിംഗ് സ്കിൽ ആൻഡ് ലിസണിങ് സ്കിൽ. ഓൾ ദീസ് സ്കിൽസ് ആർ റിക്വയർഡ്. അപ്പോൾ ഈ സ്കിൽസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഞങ്ങളുടെ ഈ വിദ്യാഭ്യാസം പിള്ളേരെ സഹായിക്കും. തീർച്ചയായിട്ടും സ്റ്റുഡൻസ് വിൽ ബി ടോട്ട് how to prepare a good curriculum vitae. A curriculum vitae, the resume is also called curriculum vitae, a Latin word, which means okay, the course of one's life. Okay, then this Charles Darwin paranju. Okay, it is not the strongest of the species which survive. Okay, not the most intelligent, but the one who is responsive to change. Like Confucius paranju, find a job you love. You will never have to work a day in your life. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രീം ജോബ് നമുക്ക് കിട്ടാൻ സാധിക്കും നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ. നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രേഡ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓൾറെഡി മെനി സ്കിൽസ് ആർ there with the young children now. They can polish the skills, okay, they can improve their knowledge and they will be able to get the best American European degree from London University College institutions, and we are there to support them. Our professors are very kind, compassionate. Monthly installment ആയിട്ട് പിള്ളേർക്ക് ഫീസ് പേ ചെയ്യാൻ പറ്റും. No fine is charged for late payment of fees, and we ensure that they get the best education, American and European education from the learned scholars of the United Arab Emirates. ശരി, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന ആൾക്കാർക്ക്, കാണുന്ന ആൾക്കാർക്ക് ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നമ്പേഴ്സ് പറഞ്ഞുതരാം. ദുബായിലുള്ള ആൾക്കാർക്ക് വിളിക്കാൻ ഒരു നമ്പർ ഉണ്ട്, 05279108554, അതാണ് നമ്പർ. ഷാർജയിലുള്ള ആൾക്കാർക്ക് വിളിക്കാം 0655855332 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഒരു ടോൾ ഫ്രീ നമ്പറും കൂടിയുണ്ട്, 800-5222 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും താങ്ക് യു സർ. രാവിലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇപ്പം ജോലിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന, വീട്ടിലിരിക്കുന്ന പല ആൾക്കാർക്കും ഒരുപാട് ഗുണമായിട്ടുണ്ട് സാറിൻ്റെ വർക്കുകൾ. തീർച്ചയായിട്ടും ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിനെ കുറിച്ച് ഞങ്ങളും പറയുന്നുണ്ട്. അതിലേക്ക് തന്നെ നല്ല വിദ്യാഭ്യാസത്തിനായിട്ട് കുട്ടികൾ എത്തട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം. താങ്ക്സ് ലോഡ് സർ. Thank you very much for your time. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ പോൾസൺ മാത്യു ചുങ്കപ്പുരയായിരുന്നു. അദ്ദേഹമാണ് പ്രസിഡന്റ് ആൻഡ് CEO ഓഫ് ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് UAE. സോ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കുക ഗോൾഡ് 101.3 FM. വൈശാഖാണ് നിങ്ങളുടെ കൂടെ. മോർണിംഗ് ഡ്രൈവ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.